നമുക്കറിയാം, സ്കൂളിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് പരീക്ഷ വരുമ്പോൾ. ഒരു ദിവസം ഞാൻ പള്ളിയുടെ പുറത്ത് എൻ്റെ ഇടവകയിലുള്ള ഒരു പ്രായം ചെന്ന സണ്ണിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരു സഹോദരനുമായിട്ട് കുടുംബ പ്രശ്നങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം ഒരു 4-5 വയസ്സ് പ്രായമുള്ള LKG UKG 1ാം ക്ലാസ്സോ കൃത്യമായിട്ട് അറിയില്ല, അവൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് GK ആണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കണം. അങ്ങനെ ഞാൻ വളരെ ഭക്തിപൂർവ്വം എൻ്റെ ഇടത് കരം നെഞ്ചോട് ചേർത്ത് വെച്ചു, വലത് കരം അവൻ്റെ തലയിൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവൻ എന്നെ ഇങ്ങനെ കണ്ണിറുക്കി നോക്കിയിട്ട് പറഞ്ഞു, അച്ഛാ ആ 2 കൈയും വെച്ച് അനുഗ്രഹത്തിന് കൂടുതൽ കിട്ടിക്കോട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ വിട്ടില്ല, ഞാൻ വേഗം 2 കൈ വെച്ച് അവൻ്റെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. സണ്ണി ചേട്ടൻ അവിടെയുണ്ട്. ചേട്ടൻ ഇങ്ങനെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. ആദ്യത്തെ നിർദ്ദേശം എനിക്ക് കിട്ടിയതുകൊണ്ട് പിന്നീട് ഞാൻ 2 കൈയും വെച്ച് വരുന്നവരെയൊക്കെ പ്രാർത്ഥിച്ചു വിടാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരുത്തൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവനെ നന്നായി പ്രാർത്ഥിച്ചു, ബർത്ത്ഡേ വിഷ് ചെയ്തു. അപ്പോൾ അവൻ ബാഗ് തുറന്നിട്ട് അവൻ എനിക്കൊരു കോലുമിഠായി, ഇത്രയുള്ളൊരു കോലുമിഠായി സമ്മാനമായിട്ട്. ഞാൻ പറഞ്ഞു താങ്ക് യു എന്ന് പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ പോക്കറ്റിൽ കൈയിട്ടു. ഒരു ചെറിയൊരു കുരിശിൻ്റെ ഒരു ലോക്കറ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ അവന് സമ്മാനമായിട്ട് തിരിച്ചു കൊടുത്തു. അങ്ങനെ അവൻ സന്തോഷത്തോടുകൂടെ പോയി. പിന്നെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരുത്തൻ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛാ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചു പോകാൻ നേരത്ത് അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛാ എനിക്കൊരു മിഠായി തരുമെന്ന് ചോദിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ ഈ സണ്ണിച്ചേട്ടൻ്റെ കുടുംബ പ്രശ്നത്തിൽ വ്യാപൃതനായതുകൊണ്ട് കുറച്ച് നേരത്തെ മുമ്പ് എനിക്ക് തന്ന കോലുമിഠായിയുടെ കാര്യം ഞാൻ വിട്ടുപോയി. ആ പയ്യനോട് പറഞ്ഞാടാ, ഇപ്പം എൻ്റെ അടുത്ത് മിഠായില്ല, ഉള്ളപ്പോൾ തരാട്ടോ. ആ സമയത്ത് അവൻ എന്നെ ഒരു നോട്ടം നോക്കുന്നു. അവൻ എൻ്റെ അടുത്ത് നിന്ന് പതുക്കെ ഇങ്ങോട്ട് പോവാം. ഒരു റേഡിയസ് കീപ്പ് ചെയ്തിട്ട് ഇങ്ങനെ എൻ്റെ ചുറ്റിനും നടക്കാം. അപ്പം ഞാൻ ഇടയ്ക്ക് അവനെ നോക്കുമ്പോൾ അവൻ പെട്ടെന്ന് കണ്ണു മാറ്റിച്ചു. അങ്ങനെ ഞാൻ ഈ സണ്ണിച്ചേട്ടനുമായിട്ടുള്ള സംസാരം അതിൻ്റെ ഗൗരവത്തിലെത്തിയപ്പോൾ, ഞാനിവനെ ശ്രദ്ധിക്കുന്നില്ല എന്ന് അവൻ ഉറപ്പ് വരുത്തിയപ്പോൾ അവൻ എൻ്റെ പിന്നാലെ വന്ന് ഈ മുട്ടായി തട്ടിപ്പറിച്ചിട്ട് ഒട്ടോടിക്കും. എനിക്ക് ഓടിച്ചിട്ടാൽ കിട്ടാൻ പറ്റാത്ത ഒരു സ്ഥലത്തെത്തിയിട്ട് അവൻ തിരിഞ്ഞു നിന്നിട്ട് അവിടെ നിന്ന് ഉറക്കെ, എന്തൊരു നുണയനാണ് അച്ഛൻ, ഇങ്ങനെ അച്ഛന്മാരും നുണ പറയും. പ്രിയമുള്ളവരെ, ഞാൻ അവനെ തിരിച്ചു വിളിച്ച്, എടാ നീ പോലെ ഇങ്ങോട്ട് വാ. പക്ഷെ അവൻ വന്നില്ല. സ്കൂളിലെ മണിയടിച്ചു, പിള്ളേരൊക്കെ പരീക്ഷാ ഹാളിൽ കയറി, ഞാനും പള്ളിയും മാത്രം അവസാനിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ പള്ളിയിൽ കയറിയിട്ട് ഇതുപോലെ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് ഉദ്ധാനം ചെയ്ത രൂപമായിരുന്നു. ആ രൂപത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു കർത്താവേ, വലിയൊരു ചതിയായിപ്പോൾ നീ ചെയ്തു. അതിലെനിക്ക് സങ്കടമൊന്നുമില്ല. പക്ഷെ അവൻ്റെ ഉള്ളിൽ ആ സമയത്തുള്ളൊരു ഭാവമുണ്ട്. അത് എന്നെപ്പറ്റി മാത്രമല്ല, സകല വൈദികരെ പറ്റിയും അവനൊരു മോശമായിട്ടുള്ളൊരു ചിന്ത വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആ സങ്കടം തമ്പുരാനോട് പറഞ്ഞപ്പോൾ തമ്പുരാൻ എനിക്ക് അന്ന് ഒരു ചിന്ത നൽകി. എങ്ങനെയാണ്? മോനെ ഡയസെ, ആ കൊച്ചു നിന്നോട് ചെയ്തതുപോലെ നിനക്ക് എന്നോട് ചെയ്യാൻ പറ്റിയ നീ നല്ലൊരു അച്ഛനായിരിക്കും. കുറച്ച് നേരത്തേക്ക് ഒന്നും പിടിയിട്ടില്ല. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് അത് തന്നെ. ആ കൊച്ചെന്നോട് ചെയ്തതുപോലെ നിങ്ങൾക്ക് ഈശോയോട് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ നല്ലൊരു കത്തോലിക്കനാ, അല്ലെങ്കിൽ നല്ലൊരു വിശ്വാസി.